പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ടും കോടതി ഇന്ന് പരിഗണിക്കും. ഊന്നുകൽ സിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ആയങ്കിക്കായി പത്തനംതിട്ടയിലെ വീടുകളിൽ പരിശോധന നടത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. അർജുൻ മട്ടന്നൂരി വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ കഴിയാവുന്ന തരത്തിലെല്ലാം ആയങ്കിയെ മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ച് നാടാകെ കറങ്ങി നടന്ന സമയത്ത് ആയങ്കിയെ സഹായിച്ച കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആയങ്കിയെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് ഇനി തലപൊക്കാനാവാത്ത വിധം കൂട്ടുക എന്നുള്ളതാണ് കേരള പോലീസ് ഉദ്ദേശിക്കുന്നത്. കാപ്പ ചുമത്തുക, അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പോലീസ് മുന്നോട്ട് നടപടികൾ നീക്കുന്നത്? ഒപ്പം ഈ പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ കൂടി പറയുക. ഷിഹാസ്, ശ്രുതി അങ്ങനെ തന്നെയാണ്. അതായത് അർജുൻ ആയങ്കിയെ പരമാവധി പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ കണ്ണൂർ സൈബർ പോലീസ് എടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ അർജുൻ ആയങ്കി റിമാൻഡിൽ കഴിയുന്നത്. അർജുൻ ആയങ്കിക്കെതിരെ നിരവധി കേസുകൾ എറണാകുളത്തും ഉണ്ടായതിൽ ഏറ്റവും പ്രധാനം ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളുടെ തുടക്കം എന്ന് പറയാൻ കഴിയുന്ന മെയ് മാസം ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്താൻ വേണ്ടി സംഘടിതമായി ഒത്തുചേർന്നു എന്നൊരു കുറ്റം ചാർത്തിയാണ് ആദ്യഘട്ടത്തിൽ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. പ്രത്യേകിച്ച് ഇതിൽ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതി ഒരു ഭാഗത്ത് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോതമംഗലം CA ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് എറണാകുളം പോലീസ്. അതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഇന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. 3 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ കോടതി ഈ ഹർജി പരിഗണിച്ച് അതിൽ കസ്റ്റഡി അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ എറണാകുളം പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും പോലീസിന് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് അടുത്തിടെ ഉണ്ടായ കേസാണ്. അതായത് ഊന്നുകൽ CA ഭീഷണിപ്പെടുത്തി എന്ന കേസുണ്ടായിരുന്നു. അതായത് കോതമംഗലം CA ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ പിന്നീട് ഊന്നുകൽ CA ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി വരികയും അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ അർജുൻ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അതിന്റെ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അർജുൻ ആയങ്കിക്ക് വേണ്ടി തിരച്ചിൽ ശക്തമാക്കുമ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോലീസ് വ്യാപകമായി തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട മല്ലപ്പള്ളി കോട്ടാമല എന്ന് പറയുന്ന സ്ഥലത്ത് CPM പ്രവർത്തകരുടെ വീടുകളിൽ അനധികൃതമായി അല്ലെങ്കിൽ അനാവശ്യമായി കയറി പരിശോധന നടത്തിയെന്നൊരു ആരോപണം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് മല്ലപ്പള്ളി CPM ഏരിയ കമ്മിറ്റി. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വായ് മൂടിക്കെട്ടി പ്രതിഷേധം നടത്താനാണ് മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം. എന്തായാലും അർജുൻ ആയങ്കിയെ പൂട്ടാൻ വേണ്ടി ഒരുങ്ങുന്നു ഒരു ഭാഗത്ത് പോലീസ്. അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധം അറിയിക്കുകയാണ് CPM. ശരി അർജുൻ.